أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. അന്റെ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിറുൽ മഅഖിലിയാണ് സംസാരിച്ചത്, ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം ദൈനംദിനം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അഥവാ സത്യവിശ്വാസികൾ പരസ്പരം അങ്ങുമിങ്ങും സഹോദര ബന്ധത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്ന വിഷയമാണ്. ഇത് പലപ്പോഴും നമ്മൾ നിന്നിട്ട് പലർക്കും ഉണ്ടാവാറുള്ളതായ ഒരു രോഗമാണ്. തെറ്റിദ്ധാരണ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്ന ബഅദ-ളന്നി ഇസ്ം, തെറ്റിദ്ധാരണകൾ എന്നിട്ട് ചിലത് അത് യഥാർത്ഥത്തിൽ ദൂഷ്യവശമാണ്, യാഥാർത്ഥ്യമല്ല, അയാഥാർത്ഥ്യമാണ് എന്നാണ് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞത്. അതിനെ തെറ്റിദ്ധാരണ എന്നതിനെ ഖുർആൻ ഉപയോഗിച്ച ശൈലി വന്ന് എന്നതാണ്. തുഹുമ എന്നും പറയും അറബി ഭാഷയിൽ. തെറ്റിദ്ധരിക്കുക മറ്റവരെ കുറിച്ച്, അയാൾ എവിടെ പോയി, അയാൾ എന്ത് ചെയ്തു, അയാൾ എന്ത് പ്രവർത്തിച്ചു, അയാൾ എന്ത് കാട്ടി എന്നീ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, മറ്റു ജനങ്ങളെക്കുറിച്ച്, മറ്റു സുഹൃത്തുക്കളെക്കുറിച്ച് പലതും അനാവശ്യമായി ചിന്തിക്കുക, അനാവശ്യമായി തെറ്റിദ്ധരിക്കുക എന്നതാണ്. അത് മഹാപാപമാണ്, മഹാദോഷമാണ്. ചിലപ്പോൾ അദ്ദേഹം ചെയ്തത് ശരിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കൽ അത് മഹാപാപമാണ്. നമ്മുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കലും അഥവാ ചിക്കി കുത്തി നോക്കലും. നമ്മളിൽ അർപ്പിക്കപ്പെട്ട നമ്മുടെ കുട്ടികളെ കുറിച്ച്, നമ്മുടെ സന്താനങ്ങളെ കുറിച്ച്, നമ്മുടെ ഭാര്യമാരെ കുറിച്ച്, നമ്മുടെ അഭിമാനത്തെക്കുറിച്ച് എന്നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. എന്നല്ലാതെ ജനങ്ങളൊക്കെ എന്ത് കാട്ടി, എന്ത് ചെയ്തു, എവിടേക്ക് പോയി എന്നൊക്കെ അറിഞ്ഞിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഓർക്കുക, അതൊക്കെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ചെയ്യാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ഇഹ്സാനുൽ ളന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. ഇഹ്സാനുൽ ളന്ന് എന്ന് പറഞ്ഞാൽ നല്ല ധാരണ ഉണ്ടാവുക, മനുഷ്യന്മാരെ കുറിച്ച് എപ്പോഴും നല്ല ധാരണ ഉണ്ടാവുക. അതെ, അപ്പോൾ നമ്മുടെ ഹൃദയം എത്ര കണ്ട് ക്ലിയർ ആകുന്നു, നമ്മുടെ ഹൃദയം എത്ര കണ്ട് സാഫിയായി മാറുന്നു, അത്ര കണ്ട് നമുക്ക് മറ്റുള്ളവരോടുള്ളതായ തെറ്റിദ്ധാരണ കുറയുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഹൃദയത്തിൽ ഒരു മഹാരോഗമാണ് ഈ തെറ്റിദ്ധാരണ കുറിക്കുന്നത്. തെറ്റിദ്ധാരണ ഹൃദയത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മാനസിക രോഗമായി മാറും. അവസാനം അവന് പിന്നെ എന്ത് ചെയ്യാനും സാധിക്കുന്നതല്ല, എപ്പോഴും ജനങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു കൊണ്ടേ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. വയ്യാക്കും വല്ലൻ ഫഇന്നല്ലന്ന അക്ദബൽ ഹദീസ് എന്നാണ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധാരണയെ സൂക്ഷിക്കുക. തെറ്റിദ്ധാരണ അത് ഏറ്റവും കൂടുതൽ കളവുണ്ടാക്കുന്ന, കളവിന്റെ വാതിൽ തുറന്നു തരുന്നതായ സാധനമാണ്. കളവ് നമ്മിൽ നിന്നിട്ട് ഉത്ഭവിക്കാനുള്ളതായ മഹാഭാഗമാണ് എന്ത്, തെറ്റിദ്ധാരണ ഉണ്ടാവുക എന്നത്. കാരണം മുസ്ലിമിന്റെ അസല്, ഒരു സത്യവിശ്വാസിയുടെ അസല്, അത് അവൻ സുരക്ഷിതത്വം നേടിയവനാണ്, തെറ്റുകൾ നിന്നിട്ട് മുക്തനാണ് എന്നതാണ് അവന്റെ അസല്. അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ വല്ല നമ്മളെ ഏൽപ്പിക്കപ്പെട്ടാൽ, നമ്മെ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉദ്യോഗം ഏൽപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തിനെ കുറിച്ച് പരിശോധിക്കാൻ എന്തെങ്കിലും പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഒരാള് മറ്റാളെ ഏൽപ്പിച്ചു എന്റെ മകളെ കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ എന്റെ മകൻ കല്യാണം കഴിക്കാൻ ആ പെണ്ണിനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ഈ പറയുന്നത്. അതൊക്കെ അനുവദനീയമായ ഭാഗമാണ്. ഇത് ആവശ്യമില്ലാതെ ചിക്കിക്കുത്തി നോക്കലോ, ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കലോ, അതാണ് മഹാപാപം എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ മഅശറ മൻ അസ്ലമ ബിലിസാനി വലം യുഫ്ദിൽ ഈമാനു ഫീ ഖൽബി. റസൂൽ അവസരത്തിൽ പ്രസംഗിച്ച അല്ലെങ്കിൽ സംസാരിച്ച സംസാരത്തിൽപ്പെട്ടതാണ് അവരുടെ മിമ്പറിന്റെ മീതെ കയറിയിട്ട്, അല്ലയോ നാവ് കൊണ്ട് മുസ്ലിമായ മനുഷ്യന്മാരെ, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാത്ത മനുഷ്യന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ആരംഭിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യന്മാരുടെ ഉയൂബുകളെ, കുറവുകളെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. അഥവാ ചിക്കിക്കുത്തി നോക്കുക നമ്മൾ പറയാറുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യരുത്. ലാ തത്തബിഉ ഔറാത്തഹും, അവരുടെ ഔറാത്തിനെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. ഫഇന്നഹു മൻ യത്തബിഉ ഔറത അഖീഹി അൽ മുസ്ലിം, മുസ്ലിമായ ഒരു സഹോദരൻ
സഹോദരന്റെ കുറവിനെ ഒരാൾ അന്വേഷിച്ച് നടന്നാൽ അള്ളാഹു അവന്റെ തെറ്റുകളെ ഇങ്ങനെ ഒന്നൊന്നായി അതിന് ശിക്ഷ നൽകണമെന്ന രൂപത്തിൽ നമ്മെ വീക്ഷിക്കാനും നമ്മുടെ തെറ്റുകൾ റിക്കാർഡാക്കാനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരുങ്ങിയാൽ പിന്നെ എന്താ സംഭവിക്കുക? അള്ളാഹു തന്നെ നാം മുസ്ലിങ്ങളുടെ തെറ്റുകളെ അന്വേഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ പിടികൂടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളെ അന്വേഷിച്ച് കൃത്യമായിട്ട് അതിന് നമുക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയുള്ളതായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ നീക്കമുണ്ടാകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസാനം ഉണ്ടാവുക? നിന്റെ വീട്ടിന്റെ അറയുടെ അകത്ത് വെച്ചിട്ടാണെങ്കിലും നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഷളപ്പെടുത്തും. നീ ആര് കാണാതെയും ആര് കേൾക്കാതെയും ആരറിയാതെയും രഹസ്യമായിട്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ വരെ അള്ളാഹ് അത് പരസ്യമാക്കും. ദുനിയാവിൽ വെച്ചിട്ട് തന്നെ നിനക്ക് അതിലൂടെ ശിക്ഷ ലഭിക്കും എന്ന് പറയും പോലെ. അപ്പോൾ അങ്ങനെയുള്ള മഹാ അപകടത്തിൽ പെട്ടുപോകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ച് ചിക്കിക്കുത്തി നോക്കുന്നവരെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അതെ, അവരെ കുറിച്ച് റസൂൽ വിശേഷിപ്പിച്ചത് എന്താണ്? നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, ഹൃദയത്തിൽ വിശ്വസിക്കാത്തവരെ എന്നതാണ്. യാ മഅശറ മൻ അസ്ലമ ബിലിസാനി വലം യുഫ്ദിൽ ഈമാനു ഖൽബ. അഥവാ ഹൃദയം കൊണ്ട് ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാത്തവരെ, നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ എന്നാണ് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന് രോഗം ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അബൂ ദുജാനയെ എന്റെ ക്ലാസ് മെമ്പർമാർക്ക് പരിചയമുണ്ടല്ലോ, ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉഹദ് പോർക്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ സ്പെഷ്യൽ വാള്, സ്വന്തം വാള് നൽകിയതായ മഹാവ്യക്തിത്വമായിരുന്നു, മഹാധീരയോദ്ധാവായിരുന്നു. അദ്ദേഹം മരണശയ്യയിൽ രോഗത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. മറ്റുള്ളവർക്ക് പാഠമാവാൻ വേണ്ടിയായിരിക്കാം. അദ്ദേഹം പറയുകയുണ്ടായി, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതായ പ്രധാനമായി ഞാൻ വലിയ അമലൊന്നും ചെയ്ത ആളല്ല എന്ന് പറയും പോലെ എന്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് പറയാനുള്ളത്, ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത, ഞാൻ കൈയിടേണ്ടതായ കാര്യമല്ലാത്ത ഒന്നിനും ഞാൻ കൈയിടുകയില്ല. ഞാൻ കൈയിടൽ അനിവാര്യമല്ലാത്ത ഒന്നിലും തന്നെ ഞാൻ കൈയിടുന്നതല്ല. അത് അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാവുന്നതിലേക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് അവന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടാതിരിക്കുക. അതിനിവിടെ അറബി ഭാഷയിൽ പറയാനുള്ളത് മൽഗൂഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടുന്നവരെ കുറിച്ച് പറയപ്പെടാറുള്ളതായ ഒരു പദമാണ് ഈ നാട്ടിൽ, സൗദി അറേബ്യയിൽ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല പറയുകയുണ്ടായി, എന്റെ ഹൃദയം സലീമാണ്, ഖൽബി സലീമുൻ തിജാഹ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിങ്ങളുടെ ഭാഗത്തും എന്റെ ഹൃദയം സലീമാണ്. ആരെക്കുറിച്ചും ഞാൻ തെറ്റിദ്ധരിക്കുകയില്ല, ആരെക്കുറിച്ചും ഞാൻ ചിക്കിക്കുത്തി നോക്കുകയില്ല. അവരവരുടെ പാട്ടിന് അവരെ വിടുമെന്നല്ലാതെ അതിൽ കൈകടത്താൻ ഞാൻ പോവുകയില്ല. ഇത് ഞാൻ ചെയ്യുന്ന എന്റെ പ്രവർത്തനത്തിൽ ഞാൻ നന്നായിട്ട് കണ്ടതായ രണ്ട് കാര്യമാണെന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മുഖം എന്തുകൊണ്ട് പ്രകാശിച്ചു എന്ന് ചോദിച്ച സന്ദർഭത്തിൽ, അദ്ദേഹം രോഗശൈലിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ച ഭാഗമാണ്. നമുക്കതിൽ പാഠമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം വിശദീകരിച്ചത്. മുസ്ലിമിന്റെ ഹുർമത്ത് അത്രയും പ്രാധാന്യം അറിയിക്കുന്നതായ ഒന്നാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഹുർമത്തുൽ മുസ്ലിം, അള്ളാഹു റസൂൽ പറയുന്ന ശൈലി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുകയാണ്, കഅബത്ത് നോക്കിയിട്ട് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അതിയബക്കി, അല്ലയോ കഅബമേ, എന്തോ ഒരു ശുദ്ധിയുള്ള, എന്തോ ഒരു സൗന്ദര്യമായ വീടാണ് നീ, എന്തോ ഒരു സുഗന്ധമുള്ളതായ വീടാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബയെ അഭിസംബോധന ചെയ്യുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുർമത്തുൽ മുഅ്മിനി, എന്റെ ശരീരം ഏത് റബ്ബിന്റെ കയ്യിലാണ് ആ റബ്ബിനെ തന്നെയാണ് ആ സത്യം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഹുർമത്ത്, അവനുള്ള പവിത്രത അള്ളാഹുവിന്റെ അടുക്കൽ ഈ കഅബത്തിനേക്കാളും കൂടുതൽ പവിത്രതയാണ്. പറയും പോലെ ഈ കഅബം അവസാനം നശിപ്പിക്കപ്പെടും. ആ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായ മുഅ്മിൻ, അവന് വേണ്ടിയാണ് കാലാകാലം ജീവിക്കാനുള്ള സ്വർഗ്ഗലോകത്തെ ആ രമ്യഹർമ്മ്യങ്ങളെ, ആ പൂന്തോപ്പുകളെ, ആ കൊട്ടാരങ്ങളെ, ആ സുഖലോലുപരായിട്ട് ജീവിക്കാനുള്ളതായ ആ സ്വർഗ പൂങ്കാവിനെ റബ്ബുൽ ഇസ്സത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഹുർമത്ത് കൂടുതൽ കഅബത്തിനേക്കാളും ഹുർമത്ത് ആർക്കായി മാറി? സത്യവിശ്വാസിക്കായി മാറി. അങ്ങനെയുള്ള സത്യവിശ്വാസിയെ കുറിച്ച് നാം തെറ്റിദ്ധരിക്കുക, നാം സൂഉൽ ഉണ്ടാക്കുക, നാം
നാം വേണ്ടാത്ത കാര്യം അവനെ കുറിച്ച് ചിന്തിക്കുക. അവൻ എവിടേക്കും ബോധം കണ്ടാൽ എവിടേക്ക് അവൻ പോയത്, അവന് വല്ല തെറ്റ് ചെയ്യാനാണോ, അവൻ ലഹരി പദാർത്ഥം വാങ്ങാനാണോ, കഴിക്കാനാണോ, അല്ലെങ്കിൽ അവൻ വ്യഭിചരിക്കാനാണോ, അങ്ങനെ പല രൂപത്തിലും മനുഷ്യന്മാരെ കുറിച്ച് തെറ്റിദ്ധരിക്കുക എന്നത് ഒരു സത്യവിശ്വാസി ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. ഉസാമ റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ ജുഹൈന എന്ന ഗോത്രത്തിന്റെ അടുക്കലേക്ക് ജുഹൈന ഗോത്രക്കാരോട് മല്ലിടാൻ മത്സരിക്കാൻ അവരുടെ നാട്ടിലേക്ക് അയച്ചതായ പട്ടാളത്തിന്റെ കൂടെ പോയ സന്ദർഭത്തിൽ ആ നാട്ടിലേക്ക് അവർ പ്രവേശിച്ച സന്ദർഭത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളതായ ഒരു അൻസാരി സഹാബിയും കൂടി അവർ രണ്ടുപേരും കൂടി ആ നാട്ടിലേക്ക് കടക്കുകയും അങ്ങനെ പോരാടാൻ ആരംഭിക്കുകയും യുദ്ധം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തതായ സന്ദർഭത്തെ കുറിച്ച് സഹിഹായ ഹദീസിൽ കാണുന്നു. ബുഖാരിയിലാണ് സംഭവം. അങ്ങനെ മഹാനായ ഉസാമ തന്നെ പറയുകയാണ്, ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു ശത്രുവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതായ ഒരു മുസ്ലിമിനെ വധിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ അൻസാരി അദ്ദേഹത്തിനെ ഒഴിവാക്കി കളഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹം ആ പറഞ്ഞത് എന്റെ വാളിനെ പേടിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ വധിച്ചു കളഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ വാർത്ത പറഞ്ഞതായ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം ചേഞ്ചായി, ദേഷ്യപ്പെട്ടു, കോപിച്ചു. എന്നിട്ട് പലതവണ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞോ? അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ യസാലു യുകർറിറുഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹിക്ക് വല്ലാതെ വേദനയുണ്ടായി, വല്ലാത്ത വിഷമമുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതായ ഒരു സത്യവിശ്വാസിയാവാൻ സാധ്യതയുള്ളതായ ഒന്നാണല്ലോ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അങ്ങനെയുള്ളതായ വ്യക്തിയെ കൊന്നു എന്നതിൽ എന്നിട്ട് ഇദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം എന്റെ വാളിനെ ഭയപ്പെട്ടുകൊണ്ട്, മരണത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും പറഞ്ഞത്. അല്ലാ ശഖഖത ഖൽബ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയം കീറിയോ? അദ്ദേഹം എന്തുദ്ദേശം വെച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ ആ രൂപത്തിൽ ഗവേഷണം ചെയ്ത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു എന്ന് പറയും പോലെ അവസാനം മഹാനായ ഉസാമ പറയുകയാണ്, ഞാൻ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ കോപം കണ്ടപ്പോൾ ഊഹിച്ചു പോയി, ഞാൻ ഇതുവരെ മുസ്ലിം ആവാതെ ഈ സന്ദർഭത്തിലാണ് മുസ്ലിം ആകുന്നതെങ്കിൽ തരക്കേടില്ലായിരുന്നേനെ എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം ഒരാള് മുസ്ലിം ആകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുമല്ലോ. അങ്ങനെയുള്ളതായ ആ രൂപത്തിലുള്ള അഥവാ അത്രയും വലിയ പാപമായി പോയല്ലോ ഞാൻ ചെയ്തു പോയത്, ഞാൻ ഇപ്പോഴാണ് മുസ്ലിം ആയതെങ്കിൽ തരക്കേടില്ലായിരുന്നേനെ എന്ന് ഞാൻ കൊതിച്ചു പോയി. അതെ, അത്രയും വലിയ പാപമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതാണ് മുസ്ലിമിനെ വധിക്കുക എന്നതിന്റെ പിന്നിൽ നമുക്ക് പഠിപ്പിച്ചത് എന്നതാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നതായ പാഠം. ഏതായാലും മുസ്ലിമിന്റെ ഹുർമത്ത് അത്രയും വിശാലമായ ഹുർമത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു. നമുക്കും അതിലൂടെ പഠനാർഹമായ ഒരു ഇൽമാണ് ഈ ഹദീസിലൂടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതുകൊണ്ട് നാം നമ്മുടെ പരിസരത്തുള്ളതായ നാമുമായി ഇടകലർന്നതായ നമ്മുടെ സഹോദരന്മാരും നമ്മുടെ സഹോദരികളുമായിട്ട് ഒരിക്കലും നാം അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത തെറ്റിദ്ധരിക്കുക എന്നത് ഒഴിച്ചു നിർത്തണം. അത് പാടുള്ളതല്ല. ഇന്ന ബഅദ ഇസ്മ, തെറ്റിദ്ധാരണയുടെ ഒരു ഭാഗം അത് തെറ്റായി കുറ്റമായി വരുന്നതായ ഭാഗമാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഒരു ഭാഗം എന്ന് പറയാൻ കാരണം എല്ലാ തെറ്റിദ്ധാരണയും കുറ്റമായിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ കുറിച്ച് അന്വേഷിക്കുക, അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവര് ആ പെണ്ണിനെ കുറിച്ചും ആണിനെ കുറിച്ചും അന്വേഷിക്കുക, അതൊക്കെ അനുവദനീയമായ രൂപമാണ്. അപ്പോൾ എല്ലാ തെറ്റിദ്ധാരണകളും എന്തല്ല തെറ്റായ ഭാഗമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതും കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ് വല്ല റിപ്പോർട്ടുമായി വന്നാൽ, വല്ല വാർത്തയുമായി വന്നാൽ, ഫതബയ്യനു, നിങ്ങൾ ഫാസിഖാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളരുത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വേണം? ഫതബയ്യനു, ശരിയാണോ തെറ്റാണ് അദ്ദേഹം പറയുന്നത്, അതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ അദ്ദേഹത്തിന് തള്ളാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു കൽപ്പിച്ചിരിക്കുകയാണ് ഖുർആനിലൂടെ. അപ്പോൾ ഫാസിഖായ മനുഷ്യൻ ഒരു വാർത്ത കൊണ്ടുവന്നാൽ നാം അത് ഉറപ്പാക്കിയതിനു ശേഷമല്ലാതെ അത് സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ, ഒരു മുസ്ലിം കുറിച്ച് തെറ്റിദ്ധാരണ കേൾക്കുന്ന സന്ദർഭത്തിൽ ഉടനെ അത് കേൾക്കുകയും അത് വിഴുങ്ങുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമേ അല്ല എന്നാണ് മക്ക ഇമാമ് എന്ന് വിശദീകരിച്ചതായ ഭാഗം. അപ്പോൾ എന്ത് വേണം? മുസ്ലിമിനെ കുറിച്ച് വല്ല തെറ്റിദ്ധാരണകൾ കേട്ടുകഴിഞ്ഞാൽ, തെറ്റിദ്ധാരണകൾ അർഹിക്കുന്ന സൂചിപ്പിക്കുന്ന വല്ല വാർത്തകളും വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉറപ്പാക്കണമെന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നിങ്ങളെ ഞാൻ ഓതി കൽപ്പിച്ചതായ ആയത്തിലൂടെ പറഞ്ഞത്.
മക്ക ഇമാമു തുടരുന്നു, അത്തസബ്ബുതു മിനർ റഹ്മാൻ വൽ അജലതു മിനശ് ശൈത്താൻ. അത്തസബ്ബുതു മിനർ റഹ്മാൻ, നാം ഉറപ്പാക്കുക ആ വാർത്ത ശരിയാണോ അല്ലേ എന്നത് അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്നതായ ശൈലി അതാണ്. വൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി കൂട്ടൽ അത് പിശാചിൽ നിന്നിട്ടുള്ളതാണ്. നാം ധൃതി കൂട്ടാൻ പാടുള്ളതല്ല, അത് പിശാചിൽ നിന്നിട്ടുള്ളതാണ് എന്ന് മക്ക ഇമാമ് ഈ വിഷയത്തിൽ നിന്നിട്ട് ഈ ആയത്ത് ഓതിയതിന്റെ ശേഷം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായ ശൈലിയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു തആല അൻഹുമായി സംസാരിച്ച സംസാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ, പ്രഭാത സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ സഫിയയോട് സംസാരിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തെ കുറിച്ച് ബുഖാരിയുടെ സംഭവമാണ്. ആദ്യം ഞാൻ പറഞ്ഞതായ ഉസാമയുടെ ചരിത്രം അത് ബുഖാരിയുള്ളതാണ്, ഇത് ബുഖാരിയുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സംസാരം അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ, അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് അൻസാരികൾ വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. അലാ റിസ്ലിക്കുമ, നിങ്ങൾ ധൃതി കൂട്ടണ്ട, അവിടെ നിൽക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എന്റെ ഭാര്യയാണ്, സഫിയാണ്. ആദി സൗജത്തി സഫിയ, ഇത് എന്റെ ഭാര്യ സഫിയാണ് എന്നല്ലാതെ മറ്റാരുമല്ല എന്ന് പറയും പോലെ സഹാബാക്കളെ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ദൂതരിൽ ഞങ്ങൾ സംശയിക്കാനോ? അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യുത്തരം നൽകുകയുണ്ടായി. പറയും പോലെ ഖിയാമത്ത് നാൾ വരെ നബി ഉണ്ടാവില്ലല്ലോ ഇവിടെ, നബി ഇപ്പോൾ എടുത്ത് മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെയെല്ലാം പ്രതിവിധി റസൂലുള്ളാഹി പറഞ്ഞു തരികയാണ്, ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, മനുഷ്യന്റെ ചോര എവിടെ ചലിക്കുന്നു അവിടെയെല്ലാം പിശാച് ചലിക്കും. അപ്പോൾ നിങ്ങളിൽ തെറ്റിദ്ധാരണ വന്നു പോകാൻ സാധ്യതയുണ്ട്, വല്ല തോന്നൽ വന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംശയം ഉടലെടുപ്പിക്കുന്നതായ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാവാൻ പാടുള്ളതല്ല. അഥവാ അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പോയാൽ ആ സംശയം തീർക്കാനുള്ള മാധ്യമങ്ങൾ നാം കൈക്കൊള്ളണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിക്കും പോലെ ഇതാണ് ഇതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതെ, ഇത് ഏറ്റവും ഷോർട്ടായിട്ട് ഞാൻ ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ ആ വിശദീകരിച്ച് സംസാരിച്ചതായ ആ ഖുത്ബയുടെ പരിഭാഷയാണ് നിങ്ങൾ കേട്ടത്. അതുപോലെ തന്നെ മദീനയിൽ ഡോക്ടർ അഹമ്മദ് അൽ ഹുദൈഫിയാണ്, ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയുടെ മകൻ ഡോക്ടർ അഹമ്മദ് അൽ ഹുദൈഫിയാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ സാഹിത്യ ശൈലിയിൽ അള്ളാഹുവിന്റെ വിശാലമായ ഈ പ്രപഞ്ചത്തിലുള്ളതായ അവന്റെ ആ മഹാ അത്ഭുത അനുഗ്രഹത്തെക്കുറിച്ചും ആ അത്ഭുത നിയന്ത്രണത്തെക്കുറിച്ചും ആ മഹാ ആയാത്തുകളെ കുറിച്ചും ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുമെല്ലാം അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുത്ബയെ ആരംഭിച്ചത്. അങ്ങനെ സാഹിത്യ ശൈലിയിൽ അദ്ദേഹം വിശദീകരിച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ ആ മഹാ ഖുദ്റത്തുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു എന്ന പദ്യം പറയുകയുണ്ടായി. എല്ലാ വസ്തുക്കളിലും ദൃഷ്ടാന്തമുണ്ട്. എന്തിലേക്കുള്ള ദൃഷ്ടാന്തം? അള്ളാഹു ഏകനാണ് എന്നതിലേക്കുള്ള ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു ഏകനാണ്, അവനെ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്, അവന് മാത്രമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ആരും തന്നെ ഈ പ്രപഞ്ചത്തെ നബിമാരോ ഔലിയാക്കന്മാരോ കബറാളികളോ വസ്തുക്കളോ വ്യക്തികളോ ബിംബങ്ങളോ ആരും തന്നെ, ജിന്നുകളോ മലക്കുകളോ ആരും തന്നെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നില്ല. അള്ളാഹു നിർണയിച്ചതായ ചില മലക്കുകൾ നിർണയിച്ചതായ ചില ഡ്യൂട്ടികൾ നിർവഹിക്കുന്നു എന്നല്ലാതെ പൊതുവിലുള്ളതായ നിയന്ത്രണം അത് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് എന്നതായ ആ സത്യവിശ്വാസത്തിലേക്ക്, ആ ഏകദൈവ വിശ്വാസത്തിലേക്ക്, ആ ആരാധന അള്ളാഹ്ക്ക് മാത്രമായിരിക്കണമെന്ന തൗഹീദിന്റെ മജ്ജയിലേക്ക് ആണ് ഇത്തരം ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളും ക്ഷണിക്കുന്നത് സത്യവിശ്വാസികളെ എന്നതായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം എന്ന് വിശുദ്ധ മസ്ജിദ് നബവിയിലുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച മിമ്പർ ഉള്ളതായ സ്ഥലത്ത് ഇപ്പോൾ ഉള്ളതായ മിമ്പറിന്റെ മീതെ പ്രസംഗിച്ചപ്പോൾ ഡോക്ടർ അഹമ്മദ് അൽ ഹുദൈഫി സംസാരിച്ചത്. അതെ, അള്ളാഹുവിന്റെ വിശാലമായ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. പിന്നെ അദ്ദേഹം ഉണർത്തുകയുണ്ടായി, ഇപ്പോൾ മഴ കൂടുതലായി പതിവിന് വിപരീതമായി കുറെ ദശവർഷങ്ങളായി സൗദി അറേബ്യയിൽ ഇല്ലാത്ത രൂപത്തിലുള്ളതായ മഴ ഈ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉണ്ടായത് കാരണത്താൽ ഇപ്പോൾ കൃഷികളും വ്യാപകമായി പച്ചപിടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള പല നാടുകളും മുമ്പുള്ളതായ ആ ചുറ്റുപാടിന് വിപരീതമായിട്ട് പണ്ടൊക്കെ നാം മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ, അതുപോലെ സൗദി അറേബ്യയുടെ ഏത് പട്ടണത്തിലേക്ക് പോകുമ്പോൾ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും മരുഭൂമി മാത്രമാണ് നാം പലപ്പോഴും കാണാറുള്ളത്. അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഭൂമി പച്ചപിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ആ വിശാലമായ അനുഗ്രഹമാണ്, ആ ആയത്താണ്, ആ ദൃഷ്ടാന്തമാണ് എന്ന് മദീന ഇമാമ് ഇന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങളിലേക്ക് ഇറങ്ങുന്നതായ ഈ മാഇനെ, ഈ വെള്ളത്തെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നതായ ഈ സുന്ദരമായ അള്ളാഹ് അനുഗ്രഹീത
വെള്ളമുണ്ടല്ലോ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ കൃഷികൾക്കും എല്ലാ ഭക്ഷണങ്ങൾക്കും കാരണമായി തീർന്നതായ ആ വെള്ളം നിങ്ങൾ കുടിക്കുന്ന അള്ളാഹുവിന്റെ നിഅമത്ത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളുടെ മീതെ നിൽക്കുന്ന മേഘത്തിൽ നിന്നിട്ട് നിങ്ങളാണോ ഈ വെള്ളത്തെ ഇറക്കിയത്? അം നഹ്നുൽ മുൻസിലൂൻ, അല്ല നാമാണോ ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വല്ല വലിയമാരുണ്ടോ, വല്ല നബിമാരുണ്ടോ, വല്ല ഖബറാളികളുണ്ടോ? അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഈ ഇത്തരം അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ടുകിടക്കുമ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനാണ് നിങ്ങൾ ശുക്ർ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനാണ് നിങ്ങൾ ഈ മഴ വർഷിക്കുന്ന സന്ദർഭത്തിൽ, ഈ കാണുന്നതായ വിശാലമായ അനുഗ്രഹങ്ങളെ വ്യാപകമാവുന്ന സന്ദർഭത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ശക്തിയുമല്ല അള്ളാഹു അല്ലാതെ എന്നതായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യം ചോദിക്കുന്നത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ. ഇത് ഈ വെള്ളത്തെ നിങ്ങൾക്ക് നല്ല വെള്ളമാക്കി തരുന്നതിന് പകരം ഉപ്പുവെള്ളമാക്കി തരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗശൂന്യമല്ലാത്ത, ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ വെള്ളമാക്കി തരാൻ സാധിക്കും. നിങ്ങൾ വരണ്ടതായ ഭൂമിയാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ കുടിച്ചാൽ വെള്ളം കിട്ടാത്തതായ ഭൂമിയാക്കാൻ സാധിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ വിപരീതം, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നിങ്ങളെ ചൊരിഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന ശൈലിയിൽ നിന്നിട്ട് നാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ആ ആയത്തിനെ ഇന്ന് മദീന ഇമാം ഓതുകയുണ്ടായി. അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് ഹുദൈബിയ സന്ധിയിൽ സംഭവിച്ചതായ, പലപ്പോഴും ഞാൻ പറഞ്ഞതായ ഹദീസാണ്. മഴയെ കുറിച്ച് പറയുമ്പോൾ ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിക്ക് വേണ്ടി അവിടെ പോയ സന്ദർഭത്തിൽ അവിടെ സുബഹി നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവിടെ മഴ വർഷിച്ച സമയത്തിൽ സഹാബാക്കളെ നിങ്ങൾക്കറിയാമോ, ഈ സന്ദർഭത്തിൽ ഈ ദിവസത്തിൽ രാവിലെ ആയപ്പോൾ ചിലര് അള്ളാഹുവിനെ കൊണ്ട് മുസ്ലിമായവരുണ്ട്, ചിലവർ അള്ളാഹുവിനെ കൊണ്ട് കാഫറായവരും അതുപോലെ തന്നെ നക്ഷത്രത്തെ കൊണ്ട് വിശ്വസിച്ചവരുമുണ്ട്. നക്ഷത്രത്തിൽ വിശ്വസിച്ച വിഭാഗം ആരാണ്? ഈ നക്ഷത്രത്തിലൂടെയാണ് മഴ വർഷിച്ചത് എന്ന് പറഞ്ഞതായ വിഭാഗമാണ്. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനൻ വ കാഫിറുൻ. മുഅ്മിനൻ ആരാണ്? സത്യവിശ്വാസികൾ. അള്ളാഹുവിലൂടെയാണ് ഈ മഴ വർഷിച്ചത്. അള്ളാഹുവാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അള്ളാഹുവാണ് സർവ്വതിനെ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിടെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ എന്ന വിശ്വാസം പുലർത്തിയതായ വിഭാഗം അവരാണ് മുഅ്മിനീങ്ങൾ. അതേസമയത്ത് നക്ഷത്രത്തിലൂടെയാണ് എന്നും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ നാം ഇപ്പോൾ കാണും പോലെ ഇന്ന കബറാളികളിലൂടെയാണ്, ഇന്ന മഹാത്മാക്കളിലൂടെയാണ്, ഇന്ന ഔലിയാക്കന്മാരിലൂടെയാണ്, ഇന്ന നബിമാരിലൂടെയാണ്, ഇന്ന് ജിന്നുകളിലൂടെയാണ്, ഇന്ന വ്യക്തികളിലൂടെയാണ് എന്ന വിശ്വാസം, അതാണ് കാഫറായവരുടെ വിശ്വാസം. അതാണ് സത്യവിശ്വാസികളല്ലാത്തവരുടെ വിശ്വാസം. അതാണ് അള്ളാഹു റസൂൽ പറയുന്നത്. ഒരു വിഭാഗം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരും ഒരു വിഭാഗം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരും ഈ മഴ വർഷിച്ച സമയത്തിൽ ഉണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വർഷിക്കുമ്പോൾ പറയേണ്ടതായ പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ളതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. അത് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ സ്ഥിരീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടപേക്ഷയും അള്ളാഹുവിന്റെ നിഅമത്തിനുള്ളതായ നന്ദി പ്രകടനവും അതിലുണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഖുർആനിൽ വിളിച്ച വിളി, മനുഷ്യന്മാരെ വിളിച്ച വിളി, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഇതാണ് മുഖ്യം. ആദ്യമായിട്ടുള്ള വിളി ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ വിളിയാണ് ഖുർആനിലുള്ളതായ ആദ്യത്തെ വിളി. അഥവാ വിശുദ്ധ ഫുർഖാൻ അദീം പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറ ആരംഭിച്ച് ഈ ആയത്തിലേക്ക് എത്തുമ്പോഴാണ് ആദ്യമായിട്ടുള്ള വിളി വരുന്നത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരാശിയേ, നിങ്ങൾ എന്ത് വേണം? നിങ്ങളെ സൃഷ്ടിച്ചതായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അവനെ മാത്രമായിരിക്കണം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവന് മാത്രമാണ് ആരാധനയുടെ എല്ലാ ഇനങ്ങളും നിങ്ങൾ സമർപ്പിക്കേണ്ടത്. നിങ്ങളെ അവനാണ് സൃഷ്ടിച്ചത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ. അവസാനം പറയുകയാണ്, നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നിട്ട് മഴയെ വർഷിപ്പിച്ചത്
അള്ളാഹുവാണ്. ആ മഴയിലൂടെ നിങ്ങൾക്ക് ഇവിടെയുള്ളതായ സർവ്വോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തന്നത്, പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കി തന്നത്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നത്. ഇതിനെല്ലാം കാരണം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നതായ ആ മഴയാണ്. റിസ്ഖ് നിങ്ങൾക്ക് അതിലൂടെയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരനായ ഏകനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആയിരിക്കണം നിങ്ങൾ ആരാധന സമർപ്പിക്കേണ്ടത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നിങ്ങൾ നിദ്ദുണ്ടാക്കരുത്. കൂട്ടുകാരെ അഥവാ മദീശയ്ക്ക് കൂടി കൂടെയുണ്ട്, റിഫായി ഷേഖ് കൂടെയുണ്ട്, ഇന്ന കബറാളി കൂടെയുണ്ട്, ഇന്ന വ്യക്തിയെ കുറിച്ച് സാധിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് നിയന്ത്രണമല്ല കൊടുത്തിട്ടുണ്ട് എന്നീ തോന്നിവാസം പറയരുത്. എന്നെ കുറിച്ച് ഞാൻ ആർക്കും അതിനുള്ള അധികാരം നൽകിയിട്ടില്ല. ഞാൻ മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുക. അതിന്റെ പിന്നിലുള്ള സർവശക്തനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രമായിരിക്കണം. ജനങ്ങളെ എന്നാണ് അവിടെ വിളിച്ചത്, മുഅ്മിനീങ്ങളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല. പിന്നെയോ മനുഷ്യരാശിയെ എന്നാണ്. മനുഷ്യരാശിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ പങ്കുകാരുണ്ടാക്കരുത്, ശിർക്ക് ചെയ്യരുത്, മറ്റുള്ളവരെ പങ്കു ചേർക്കരുത്, നിദ്ദുണ്ടാക്കരുത്, കൂട്ടുകാരെ വെക്കരുത്. നിങ്ങൾ ആ പ്രവർത്തനം ചെയ്യുക. അത് മഹാപരാക്രമമാണ്. ആ പരാക്രമമാണെന്ന് പറഞ്ഞാൽ അക്രമമാണ്. നാം അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തുക. അവൻ മഴ വർഷിക്കുമ്പോൾ അല്ല, അത് ഇന്ന് നൗവിൽ കൂടി, ഇന്ന് നക്ഷത്രത്തിൽ കൂടിയാണ് മഴ വർഷിച്ചതെന്ന് പറയുക ഉദാഹരണത്തിന്. അല്ലെങ്കിൽ ഇന്ന് ആളിലൂടെ, ഇന്ന് ഒരിജിലൂടെ, ഇന്ന് കബറാളിയുടെ എന്ന് പറയുക. അത് തെറ്റാണ്, മഹാപാപമാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമ്മളോട് ആ ആയത്തിലൂടെ കൽപ്പിക്കുന്ന കൽപ്പന ഇവിടെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് മദീന ഇമാം ഈ ആയത്തിനെ പ്രത്യേകിച്ച് ഓതാൻ കാരണം. ഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മത. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, അവൻ മഴയെ നിങ്ങൾക്ക് വർഷിപ്പിക്കുന്നു, നിങ്ങൾ നിരാശപ്പെട്ടതിന്റെ ശേഷം വരണ്ട ഭൂമിയായി മാറി വെള്ളമില്ലാതെയായി മാറി, വെള്ളം ലഭിക്കാതെ പ്രയാസപ്പെട്ടു, കിണറുകളെല്ലാം വറ്റിപ്പോയി. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ വയൻശുറു റഹ്മത, അള്ളാഹുവിന്റെ റഹ്മത്തിനെ അള്ളാഹു നശ്ർ ചെയ്യുന്നു, വ്യാപകമാക്കുന്നു. ആ റഹ്മത്തിലൂടെ ജനങ്ങൾ വെള്ളം കുടിക്കുന്നു, ആ വെള്ളത്തിലൂടെ ജനങ്ങൾ കൃഷി ഉണ്ടാക്കുന്നു. ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, ഇതിന്റെ പിന്നിലെല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ മഴയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ ആ വിശാലമായ റഹ്മത്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പറയുകയാണ്. വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് മദീന ഇമാമിന്റെ പ്രസംഗത്തെ നമുക്ക് സമാപിക്കാം. വളരെ നീട്ടി വലിച്ച് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സമയത്തിന്റെ പരിമിതി കാരണത്താൽ ചുരുക്കാം. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസ് വൽ അൻആം ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത് വظن അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറൻ ഫജഅൽനാഹാ ഹസീദൻ കഅൻ ലം തഗ്ന ബിൽ അംസ്. അള്ളാഹു പറയുകയാണ്, ഈ ജീവിതത്തിന്റെ തന്നെ ഉദാഹരണം എന്താണ്? ഇന്നമാ മസലുൽ ഹയാത്തുദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ആകാശത്ത് നിങ്ങളിലേക്ക് ഇറങ്ങുന്നതായ ഈ വെള്ളമുണ്ടല്ലോ, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഖ്തലത ബിഹി നബാതുൽ അർള്, ആ വെള്ളം പോയി കലരുന്നു ഭൂമിയിലുള്ള കൃഷിയിലേക്കും ഭൂമിയിലുള്ള മണ്ണിലേക്കും എല്ലാം കലർന്നുകൊണ്ട് ആ ഭൂമിയെ ചലിപ്പിക്കുന്നു, ഭൂമിയെ അനക്കുന്നു, ഭൂമിയിൽ കൃഷികളെ ഉണ്ടാക്കുന്നു. മിമ്മാ യഅകുലുൻ നാസ് വൽ അൻആം, മനുഷ്യന്മാരും നിങ്ങളുടെ കൂടെയുള്ള നാൽക്കാലി മൃഗങ്ങളും എല്ലാം കഴിക്കുന്നതായ ഭക്ഷണങ്ങൾ അതിലൂടെ ഉത്ഭവിക്കുന്നു. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ, അങ്ങനെ ഈ ഭൂമി പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് കൃഷിയിലൂടെയും വിശാലമായി പറയുകയാണെങ്കിൽ എല്ലാ രൂപത്തിലും അതിന്റെ സുഖ്റുഫ്, അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വസയ്യനത്ത്, അതിന്റെ ഭംഗി, അത് മുബാലഗയുടെ സീഗയാണ് അറബി ഭാഷയിൽ, അറബിക് ഗ്രാമറിൽ. വസയ്യനത്ത് എന്ന് പറഞ്ഞാൽ അത് മുബാലഗയുടെ സീഗ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സീനത്ത്, വളരെ കൂടുതൽ പുരോഗതി, വളരെ കൂടുതൽ ഭംഗി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കഴിവിൽപ്പെടാത്ത, കൽപ്പിൽപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് അവർ കൊട്ടിഘോഷിക്കുന്നതായ സന്ദർഭം വരുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് മനുഷ്യരാശി കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതാഹ അംറുന, ആ സന്ദർഭത്തിൽ നമ്മുടെ കൽപ്പന വരും. ഇങ്ങനെ ഭൂമി പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് എത്തുന്ന സന്ദർഭം വന്നു കഴിഞ്ഞാൽ കൃഷിയിലൂടെയും അള്ളാഹു ഇറക്കിയതായ മഴയിലൂടെയും അള്ളാഹു ചെയ്തതായ അനുഗ്രഹത്തിലൂടെയും ലോകം പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് എത്തി, അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തി. എത്രത്തോളം ജനങ്ങൾ കൊട്ടിഘോഷിക്കാൻ ആരംഭിച്ചു, മനുഷ്യ കഴിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് കൊട്ടിഘോഷിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരുന്നു. അഥവാ ഖിയാമത്ത് നാള്
ഖിയാമത്ത് നാൾ ആസന്നമാകുന്നു. ഫജഅൽനാഹ ഹസീദൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാമാവശേഷപ്പെടുത്തുന്നു. ഇസ്തിസാലി എന്നാണ് അറബി ഭാഷയിൽ പറയാ. അഥവാ ഇവിടെ അങ്ങനെയുള്ള സാധനക്കെല്ലാം തഗ്ന ബിൽ അംസ്, ഇന്നലെ അങ്ങനെയുള്ള ഒരു വിഭാഗം, അങ്ങനെയുള്ള ഒരു കൃഷി, അങ്ങനെയുള്ള ഒരു കെട്ടിടം, അങ്ങനെയുള്ള ഒരു പുരോഗതി, അങ്ങനെയുള്ള ഒരു നാട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റിക്കളിയും. എല്ലാം ഹബാഅൻ മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കി മാറ്റിക്കളയുന്നതാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. ലൈലൻ ഔ നഹാറ എന്നാണ് അള്ളാഹു പറഞ്ഞത്. രാത്രിയോ പകലിലോ ആയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന വരും. എന്തിനാണ് രാത്രിയോ പകലോ എന്ന് പറയാൻ കാരണം? ഖിയാമത്ത് നാൾ ആസന്നമാകുന്ന സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് രാത്രിയായിരിക്കും, മറ്റൊരു സ്ഥലത്ത് പകലായിരിക്കുമെന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ബുദ്ധിപൂജകന്മാരോ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ അനിസ്ലാമിക ചിന്താഗതികൾ ചിന്തിക്കുന്നവരോ കിക്കാൻ തൂക്കായി ചിന്തിക്കുന്നവരോ ഖുർആനെ കുറിച്ച് തെറ്റിദ്ധാരണ പറയാതിരിക്കാൻ വേണ്ടി ഖുർആൻ എ മുതൽ സെഡ് വരെ വളരെ വളരെ ക്ലിയർ ആണ്. ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിലുള്ളതായ മതമാണ്, ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിലുള്ളതായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ലോകാത്ഭുത ഗ്രന്ഥമാണ്. അതുപോലത്തതായ ഗ്രന്ഥത്തെ ലോകത്തിൽ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഗ്രന്ഥം പരിപൂർണവുമില്ല, അതിനുള്ള ഒരു സൂക്തം വരെ ഇല്ല എന്ന് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഊന്നി പറഞ്ഞു. അള്ളാഹു പറഞ്ഞതായ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ വിശാലമായ കഴിവ്, വിശാലമായ ഖുവത്ത്, വിശാലമായ അവന്റെ ഖുദ്റത്ത്. അതിലൂടെയാണ് ഇവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ അള്ളാഹുനാണ് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത്, ആ അള്ളാഹുനാണ് നാം സുജൂദ് ചെയ്യേണ്ടത്, ആ അള്ളാഹുനെ മാത്രമാണ് നാം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അവനെ മാത്രമാണ് നാം ആരാധിക്കേണ്ടത്, അവന് മാത്രമാണ് നാം നേർച്ചയേക്കേണ്ടത്, അവന് മാത്രമാണ് നാം ആരാധനയാകുന്ന അറിവ് അറക്കേണ്ടത്, അവന് മാത്രമാണ് നാം ജീവിക്കേണ്ടത്, മരിക്കേണ്ടത്. ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായ ആ വാക്ക് പ്രാക്ടിക്കലായി പ്രാവർത്തികമായി പുലർത്തേണ്ടത് ഇങ്ങനെയുള്ള ആയത്തുകൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയും കൊണ്ട് അള്ളാഹുവിന്റെ കഴിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മക്ക ഇമാം പറഞ്ഞതായ ആ സൂഉല്ലി എന്ന തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് മുക്തരായി നാം നല്ല പരസ്പരം അങ്ങുമിങ്ങും സഹോദരബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഏകോദര സഹോദരമായി ജീവിക്കുന്ന വിഭാഗമായി മാറാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മദീന ഇമാം പറഞ്ഞതായ അള്ളാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ആ ഹൈമനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പേടിക്കേണ്ടവർ പേടിച്ച് ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഹീദീങ്ങളായി മുത്തഖീങ്ങളായി മുഖ്ബീതീങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഇവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.